ഇത് സംഭവിച്ചത് 1947 ഒരു സായാഹ്ന സമയത്ത് അമേരിക്കൻ സംസ്ഥാനം ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന ഒരു കൊച്ചു പട്ടണത്തിൽ അജ്ഞാതമായ ഒന്നാണ് പതിച്ചത്. ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ ഒരു സംഭവം ഇന്നുവരെ ലോകത്തിൽ കണ്ടതിൽ വച്ചു ഏറ്റവും വലിയ ഏലിയൻ രഹസ്യങ്ങളിലൊന്നായി മാറും എന്ന് 1947 ജൂലൈ 8 റോസ്വെല്ലിന്റെ സമീപത്തെ ഒരു റാഞ്ചിൽ ജോലി ചെയ്തിരുന്ന മാർക്ക് ബ്രാസൽ എന്ന കർഷകൻ തന്റെ പശുക്കളെ തിരയുമ്പോഴാണ് ചില ഒടിഞ്ഞുപൊട്ടിയ മെറ്റൽ പീസുകളും അലുമിനിയം പോലുള്ള ദൃഢമായ വസ്തുക്കളും കണ്ടെത്തിയത്. ഇവ ഇതിനു മുൻപേ ഇവിടെ ആരും കണ്ടിട്ടുള്ളവയല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ഇതിന്റെ ചില ഭാഗങ്ങൾ കുത്തിപ്പൊളിക്കാൻ പോലും പറ്റാത്തവയായിരുന്നു. ചിലത് പല നിറങ്ങളിൽ തിളങ്ങുന്നവയും. താൻ കണ്ടെത്തിയതിനു എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയ മാർക്ക് ഒട്ടും വൈകാതെ തന്നെ പോലീസിനെ സമീപിക്കുന്നു. റിപ്പോർട്ടുകൾ വന്ന ഉടനെ തന്നെ റോസ്വെൽ ആർമി എയർഫീൽഡ് അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ആർമിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു പ്രസ്താവന പുറത്തുവിടുകയും ചെയ്തു. അത് ഇപ്രകാരമായിരുന്നു: എ ഫ്ലൈയിങ് ഡിസ്ക് ഹാസ് ബീൻ റിക്കവേർഡ് ഫ്രം എ റാഞ്ച് നിയർ റോസ്വെൽ. അത് കേട്ട രാജ്യമാകെ ഞെട്ടിപ്പോയി. UFO ആണോ അതോ ഏലിയൻസോ? പക്ഷേ അതിന് വെറും 24 മണിക്കൂർ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം സൈന്യം അവരുടെ നിലപാട് ഉടനടി തന്നെ മാറ്റുന്നു. നോ, ഇറ്റ് വാസ് എ വെദർ ബലൂൺ, വി മെയ്ഡ് എ മിസ്റ്റേക്ക്. ആ പ്രസ്താവന കൊടുത്തതോടെ മുഴുവൻ സംഭവം തലകീഴായി മാറി. പക്ഷേ എങ്ങനെ ഒരേ ദിവസം ആൾക്കാർ കണ്ട ഉൽക്കവിമാനം വെറുമൊരു കാലാവസ്ഥ ഗുബ്ബ ആയി മാറും? മാർക്സ് ബ്രാസൽ അന്ന് പറഞ്ഞത് അവർ കണ്ടത് കനം കുറഞ്ഞ മെറ്റലുകളും അതിനകത്ത് അജ്ഞാത ചിഹ്നങ്ങളുള്ള പാത്രങ്ങളും വേറിട്ട രചനകളും ഉണ്ടായിരുന്നു എന്നാണ്. അതൊക്കെ ചെറുതില്ലാത്ത കാര്യമല്ല. ഇതിന്റെ പിന്നാലെ സൈന്യം ബ്രാസലിനെയും മറ്റു ചിലരെയും കർശനമായി ചോദ്യം ചെയ്തു. ചിലർ പറയുന്നത് അവർക്ക് പൊതു സംസാരത്തിന് വിലക്ക് ഏർപ്പെടുത്തി എന്നുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും റോസ്വെൽ എന്ന ഒരു ഗ്രാമം മുഴുവനും നേരിട്ട് കണ്ട കാര്യങ്ങൾ അവർ മറച്ചുവെക്കാൻ ശ്രമിച്ചത്? ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും ഉള്ളത്? 1950കളിന്റെ ഒടുവിൽ ചില മുൻ ഉദ്യോഗസ്ഥരും ഗൂഢാലോചന അന്വേഷകരും ഇത് സത്യമായിട്ടുണ്ടാവാം എന്ന് അഭിപ്രായപ്പെട്ടു. അവർ പറഞ്ഞത് റോസ്വെൽ എന്ന സംഭവം ഏരിയ 51 എന്ന രഹസ്യകേന്ദ്രത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി എന്നാണ്. ഇതിനെ പിന്തുടർന്ന് 1994 അമേരിക്കൻ സർക്കാർ വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഇത് പ്രോജക്ട് മുഗൾ എന്ന രഹസ്യ കാലാവസ്ഥ ബലൂൺ പരീക്ഷണമാണ് എന്ന്. എന്തായാലും റോസ്വെൽ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇന്നും ദുരൂഹമായി തുടരുന്നു. ചിലർ വിശ്വസിക്കുന്നു അതൊരു ഏലിയൻ വിമാനമായിരുന്നു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് അതെല്ലാം ഒറ്റത്തവണയുള്ള അവ്യക്തതയും ഗൂഢാലോചനയും കൂടി ചേർന്നുള്ള മനസ്സിലാക്കലാണ് എന്നാണ്. നാം അറിയേണ്ടത് ഒന്നാണ്: എന്തോ ഒന്ന് അവിടെ വന്നു പതിച്ചു. ഈ ലോകത്ത് ഇല്ലാത്ത ഒന്ന് അവിടെ ഒരു സത്യം മറച്ചുവെച്ചു. പക്ഷേ ആ സത്യം ഇപ്പോഴും ആ മരുഭൂമിയുടെ തണുപ്പുള്ള മണലിനകത്ത് മറഞ്ഞുകിടക്കുന്നു. ഇതുപോലെയുള്ള അദ്ഭുത കഥകൾ, ഏലിയൻ രഹസ്യങ്ങൾ, ചരിത്രത്തിന്റെ മറുവശങ്ങൾ എല്ലാം അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ വരുന്നു അടുത്ത ഒരു ആകർഷകമായ ഒരു എപ്പിസോഡുമായി.